നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമാണ്. അതെന്താണ്? പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. ഗുരുവായൂരുള്ളതും ഇതേ കണ്ണൻ തന്നെയാണ്. എന്നാൽ ഇവ തമ്മിൽ ഒരു ഐതിഹ്യം ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. പണ്ട് സാമൂതിരി നാട് ഭരിച്ചിരുന്ന ഒരു കാലം 1782 കാലഘട്ടത്തിൽ മൈസൂർ കടുവ എന്നറിയപ്പെട്ട ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായി. കൊച്ചി രാജാവാണെങ്കിൽ ടിപ്പുവിൻ്റെ ആശ്രിതനുമായിരുന്നു. ടിപ്പു ഗുരുവായൂർ ആക്രമിക്കാൻ സാധ്യത തെളിഞ്ഞു കണ്ടതിനാൽ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളെ ഭയന്ന് ക്ഷേത്ര അധികാരികൾ, അതായത് ഗുരുവായൂർ ക്ഷേത്ര അധികാരികൾ ഭഗവാന്റെ ശക്തി ചൈതന്യം ശിവേലിത്തിടമ്പിലേക്ക് ആവാഹിച്ച് മൂലവിഗ്രഹം ക്ഷേത്രത്തിലെ മണിക്കിണറിൽ ഒളിപ്പിച്ചു. ശേഷം ടിപ്പുവിൻ്റെ ആശ്രിതനായ കൊച്ചി രാജാവിൻ്റെ കണ്ണുവെട്ടിച്ച് തിടമ്പുമായി തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു. അങ്ങനെ അവിടെ എത്തിയ ഗുരുവായൂരപ്പൻ്റെ ശക്തിയെ പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ എന്ന ഒരു നാട്ടുരാജാവ് 1545 നിർമ്മിച്ച അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അത്യധികം ഭക്തിയോടെ പൂജകൾ നൽകി താൽക്കാലികമായി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഗുരുവായൂരപ്പനെയും പ്രതിഷ്ഠിച്ചു. അതിനാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് നൽകിപ്പോന്ന വിശേഷാൽ പൂജകളും മറ്റും ഗുരുവായൂരപ്പൻ്റെ ഈ കൊണ്ടുവന്ന ശക്തിക്കും നൽകിയിരുന്നു. അതിനോടൊപ്പം തന്നെ വിശേഷാൽ പാൽപ്പായസ നിവേദ്യം സാക്ഷാൽ ഗുരുവായൂരപ്പനും സമർപ്പിക്കുമായിരുന്നു. പിൽക്കാലത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം തിരികെ ഗുരുവായൂരിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചുവെങ്കിലും അമ്പലപ്പുഴയിലെ പാൽപ്പായസം ഏറെ ഇഷ്ടപ്പെട്ട ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഐതിഹ്യമുണ്ട്. നമ്മുടെ കണ്ണനല്ലേ, വെണ്ണയും പാൽപ്പായസവുമൊക്കെ കണ്ടാൽ വിടുമോ? ഇക്കാരണത്താലാണ് ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത്. അങ്ങനെ അമ്പലപ്പുഴയിലേക്ക് ഗുരുവായൂരപ്പൻ പോയി നിവേദ്യം സ്വീകരിച്ച് തിരിച്ചു വരണമല്ലോ. ഈ ഒരു ചരിത്രകഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരിൽ ശീവേലി വൈകിട്ട് നടത്തുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ ക്ഷേത്ര സന്നിധിയിൽ പാൽപ്പായസം നിവേദിക്കുന്നതിൻ്റെ രഹസ്യം എല്ലാവർക്കും പിടികിട്ടി കാണും. അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയിൽ ഗുരുവായൂരപ്പൻ വരുന്നതിന് മുൻപ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് ഈ വിശേഷാൽ പാൽപ്പായസം വഴിപാടായി നിവേദ്യം നൽകാറുണ്ടായിരുന്നല്ലോ. അതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. ആ കഥ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ഭഗവാന്റെ പുണ്യലീലകൾ അടങ്ങിയ ഭക്തി നിർഭരമായ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഈ ചാനലിലെ ആത്മീയപരമായ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുക. നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ.